നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് തരത്തിൽ മത്തി വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കത്തി ഉപയോഗിച്ച് മത്തി, അതായത് ചാള മീൻ വൃത്തിയാക്കുന്ന വീഡിയോ ചെയ്യാൻ, പിന്നെ അതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മത്തി വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കത്തി ഉപയോഗിച്ചിട്ടും കത്രിക ഉപയോഗിച്ചിട്ടും പിന്നെ ചെതുമ്പൽ കളഞ്ഞെടുക്കാനുള്ള ഒരുപാട് ട്രിക്സും ടിപ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മത്തി മീൻ വാങ്ങുന്നവരാണെങ്കിൽ, അതായത് ചാള ഈ മീൻ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടിപ്പാണ് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ഇടാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളെപ്പോഴും മീൻ വാങ്ങിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് മീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടാപ്പ് തിരിച്ചിട്ട് വെള്ളമാക്കുകയാണെങ്കിൽ ചില മീനുകളൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നല്ലല്ലോ കിട്ടുക. അപ്പോൾ ചെറുതായിട്ട് പഴകിയ മീനൊക്കെ ആണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് മീനിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ ടാപ്പിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മീനൊക്കെ ആകെ കേടുവരും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് കത്തി ഉപയോഗിച്ചിട്ട് മീൻ വൃത്തിയാക്കുന്നതാണ് കേട്ടോ. കത്തി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ 2-3 തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 2 സൈഡിലുള്ള മീനിൻ്റെ തലഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ മീൻ പിടിക്കുക കയ്യിൽ, എന്നിട്ട് ചെതുമ്പൽ കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ചിറകും വാലും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തലയുടെ ഭാഗത്ത് ആദ്യം ഞാൻ മുറിച്ച് കളയുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. തലയുടെ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ വയറിൻ്റെ ഭാഗം കുറച്ചങ്ങോട്ട് താഴേക്ക് കൊടുന്നിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ആ ഒരു അറ്റത്ത് മാത്രമായിട്ടല്ല, ചിലരതിങ്ങനെ കീറി എടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ആ ഒരു ഭാഗത്തുള്ള മുള്ള് കുറച്ച് ഡേഞ്ചറാണ്, അപ്പോൾ അതുകൊണ്ട് അത് കളയുന്നതാണ് നല്ലത്. എന്നിട്ട് അതിനുള്ളിലുള്ള ഒരു കറുത്ത നിറത്തിലുള്ള പാടയും വേസ്റ്റും ഒക്കെ കളഞ്ഞെടുക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുള്ള് ഇങ്ങനെ നിൽക്കുന്നത് കാണും, കണ്ടോ? അത് ഇതുപോലെ ആ മുള്ള് എടുത്ത് മാറ്റണം കേട്ടോ. ആ മുള്ള് അതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് നമുക്ക് തൊണ്ടയിലൊക്കെ കുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ എടുത്ത് കളയുകയാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അതും കോമൺ ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. 2 സൈഡിലുള്ള ചെതുമ്പൽ ആദ്യം ഒന്ന് കളഞ്ഞെടുക്കുക കത്തി വെച്ചിട്ട്. എന്നിട്ട് സൈഡിലുള്ള ഒരു ചിറകും വാലും മുറിച്ച് കളയുക. പിന്നെ നമ്മൾ തല കട്ട് ചെയ്ത് മാറ്റില്ല കേട്ടോ ചെയ്യണത്. ഇതുപോലെ നമ്മൾ കണ്ണൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യണത്. കണ്ടോ? ചെകിളപ്പൂക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട്. എന്നിട്ട് ഇവിടെ ഒരു കട്ടിയുള്ളൊരു മുള്ളുണ്ടാവും, അപ്പോൾ അത് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് കളയുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വയറിൻ്റെ ആ ഒരു ഭാഗത്ത് ആ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ചിലരവിടെ ഇങ്ങനെ കീറി കൊടുക്കാറുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റാതെ. പക്ഷെ അത് മാറ്റി കൊടുക്കണം, കാരണം അവിടെയുള്ള ആ മുള്ളിന് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ അത് എടുത്ത് മാറ്റുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഇതാ ഇതുപോലെ മുള്ളും എടുത്ത് മാറ്റുക. ഈ മീനൊക്കെ കുറച്ച് അത്ര ഫ്രഷ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം 2 സൈഡിലുള്ള ചെതുമ്പൽ കളയാം. ഞങ്ങൾ ചെതുമ്പലിന് ചെളുക്ക എന്നാട്ടോ പറയാം, ചെളുക്ക. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ചിറകും വാലും വയറ്റിനുള്ളിലുള്ള വേസ്റ്റും ഇങ്ങനെ നമ്മൾ തല കട്ട് ചെയ്ത് കളയുമ്പോഴാണ് കത്തി വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. തല അങ്ങോട്ട് മുറിച്ച് കളയുമ്പോൾ നമുക്കൊന്നും കൂടെ എളുപ്പമാണ്. ഇനി അതിൻ്റെ ഈ ഒരു മുള്ളെടുത്ത് മാറ്റൽ നിർബന്ധമാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടില്ലല്ലോ, മത്തിയാണെങ്കിൽ ഏത് മീനാണെങ്കിലും. അപ്പോൾ നമ്മൾ ചെതുമ്പൽ കളയുന്ന സമയത്ത് നല്ല ഫ്രഷ് അല്ലാത്ത മീനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെതുമ്പൽ കളയുമ്പോൾ കത്തിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് കളഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ മീൻ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ടാണ് ചെതുമ്പൽ കളയുന്നതെങ്കിൽ പൊട്ടിപ്പോയ മീനാണെങ്കിൽ പറയണ്ട, ആകെ അതിൻ്റെ തോല് പോരലും ആകെ വൃത്തികേടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക കത്തിയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടും ചെതുമ്പൽ കളഞ്ഞെടുക്കാം കേട്ടോ.
കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡ് ആകുമ്പോൾ ആ ചെതുമ്പൽ നല്ല രീതിയിൽ പോരും ചെയ്യും, എന്നാൽ അതിൻ്റെ തോലൊന്നും കട്ടായി പോവുകയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കത്തിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് സ്പൂണ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സ്പൂണോ കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീളമുള്ള ഭാഗമല്ലേ കണ്ടോ, ഇതുപോലെയും ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഈ സ്പൂണൊക്കെ വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ചെതുമ്പൽ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വേണം അതിൻ്റെ തലയിതൊക്കെ കട്ട് ചെയ്യാൻ. എന്നാലേ നമുക്കൊന്നും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചെതുമ്പൽ കളയണോ, സ്പൂൺ അവിടെ വെക്കണം, കത്തി എടുത്തിട്ട് നമുക്ക് കത്തിയോ കത്രിക എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തല കളയണം. അപ്പോൾ അതിങ്ങനെ എടുക്കാനും വെക്കാനൊക്കെ ഒരുപാട് ഓരോന്നിനും നമുക്ക് എടുക്കാനും വെക്കാനും നിൽക്കണ്ടേ. അപ്പോൾ കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോകും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ചെതുമ്പൽ കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക, അപ്പോൾ വേഗം വേഗം ചെയ്യാം. പിന്നെ അതെടുത്തിട്ട് നമുക്കതിൻ്റെ തലയും വാലും വേസ്റ്റൊക്കെ കളഞ്ഞെടുക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ പല രീതിയിലും ചെയ്യാം. ചിലർക്ക് ഇതാണ് എളുപ്പം തോന്നും, അതായത് ഒരു കത്തി അങ്ങോട്ട് എടുത്തിട്ട് അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നതായിരിക്കും എളുപ്പം. ചിലർ വിചാരിക്കും ഇങ്ങനെ ചെതുമ്പൽ കളഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇനി കത്രിക വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഇത് സാധാരണ ഒരു കത്രികയാണ്, മീൻ മുറിക്കുന്ന കത്രിക ഒന്നല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇത് വെച്ചിട്ട് മീൻ മുറിക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് തന്നെയാണ്. നമ്മൾ പോയപ്പോൾ വലിയത് കിട്ടിയില്ല. പിന്നെ ഒരു ലോക്കലായിട്ട് പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ളതാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഒരു നോർമലായിട്ടുള്ളൊരു കത്രിക വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ സാധാരണ ഒരു കത്രിക ആണെങ്കിലും അത്യാവശ്യം ബലമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ചെതുമ്പൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് വാലും കട്ട് ചെയ്യുക, ചിറകും കട്ട് ചെയ്യുക, തലഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. തലഭാഗം നമ്മൾ നേരത്തെ കത്തി വെച്ചിട്ട് ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ കണ്ണൊക്കെ തലയൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്തില്ല, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി എളുപ്പമാണ്. പിന്നെ നമ്മൾ ഉള്ളിലുള്ള ആ മുള്ളില്ലേ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുക. നല്ല രീതിയിൽ വാലൊക്കെ മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെതുമ്പൽ കളഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് പീലർ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ മീനിൻ്റെ ചെതുമ്പൽ വളരെ സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കേടുവന്ന മീനൊക്കെ ആണെങ്കിൽ നമ്മൾ പീലർ വെച്ചിട്ട് ഇങ്ങനെ ചെതുമ്പൽ കളയുമ്പോൾ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീലർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കതിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ പീലർ അവിടെ വെക്കണം, കത്രിക എടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ആവും കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് എനിക്കൊന്നും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഇനി പീലർ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഗ്രേറ്റർ ഉണ്ടല്ലോ, താഴ്ഭാഗത്ത് കാണുന്ന ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെതുമ്പൽ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരുതി കൊടുത്താൽ മതി. പിന്നെ നല്ല മൂർച്ചയുള്ള ഗ്രേറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ പൊട്ടിപ്പോയ മീനൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. നല്ല ഫ്രഷ് മീനാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിതിൻ്റെ ഗ്രേറ്റർ വെച്ചിട്ടും ചെതുമ്പൽ കളഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് കത്രിക വെച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുമ്പ് ചെതുമ്പൽ കളയാൻ ഒന്നുകൂടെ ഒരു എളുപ്പമാർഗ്ഗം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട്. അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. സ്ക്രബ്ബറിൻ്റെ ചെറിയ കഷ്ണങ്ങൾ മീനിൻ്റെ ഉള്ളിൽ കുരുങ്ങിയിട്ട് അത് നമ്മൾ പാകം ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ സ്ക്രബ്ബറിൻ്റെ പീസസ് എത്തും എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മീനിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും ഈ സ്ക്രബ്ബറിൻ്റെ പീസ് കുരുങ്ങൂല. നമ്മൾ പാത്രങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പാത്രം കഴുകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഈ സ്ക്രബ്ബറിൻ്റെ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെയൊക്കെ പാത്രങ്ങളിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് അതങ്ങോട്ട് കുരുങ്ങുന്ന സമയത്ത്, അതായത് ചെറിയ പൊട്ടലോ ഒക്കെ ഉള്ള സ്ഥലത്ത് ഈ സ്ക്രബ്ബർ കുരുങ്ങുന്ന സമയത്ത് നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോണതാണ്. മീനെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, അതിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും അത് കുരുങ്ങൂല. പിന്നെ അത്രയും പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള സ്ക്രബ്ബറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുരുങ്ങായിരിക്കും കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും നല്ല രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ കയ്യിൽ തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള സ്ക്രബ്ബറൊന്നും നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു നല്ലൊരു സ്ക്രബ്ബർ ഒരിക്കലും മീനിൻ്റെ ഉള്ളിൽ അതിൻ്റെ കഷ്ണം കുടുങ്ങൂല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കാരണം മീനെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. നമ്മൾ ഹാർഡായിട്ടുള്ള പാത്രങ്ങളിലൊക്കെ അവിടെ ഇവിടെയും കഴുകുന്ന സമയത്ത് കുരുങ്ങുമ്പോൾ നമ്മൾ പിടിച്ച് വലിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പീസ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഒരിക്കലും അതിങ്ങനെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഒരിക്കലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിപ്പോവില്ല. അപ്പോൾ നമ്മൾ പീലർ വെച്ചിട്ടും
ഗ്രേറ്റർ വെച്ചിട്ടൊക്കെ ചെതുമ്പൽ കളഞ്ഞെടുത്തില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ സ്ക്രബ്ബർ വെച്ചിട്ടും ചെതുമ്പൽ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഡൗട്ടുകളും കുറേ കമൻറ്റ്സ് വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സിൽ ഏതാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ അറിവെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഏതാണെന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് കാണാനൊക്കെ നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിലൊക്കെ ഒന്നുകൂടി എളുപ്പത്തിൽ ഈ മത്തി വൃത്തിയാക്കുന്നത് ഇഷ്ടം കത്രിക വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വാലാണെങ്കിലും അതിൻ്റെ ആ ഒരു ചിറകാണെങ്കിലും പിന്നെ ആ ഒരു തലയുടെ ഭാഗമാണെങ്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ മുറിച്ച് കളയുമല്ലോ, അതൊക്കെ ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ പിന്നെ ചെതുമ്പൽ കളയാൻ കത്തിയുടെ ബാക്ക് സൈഡുമാണ് കേട്ടോ എനിക്കൊന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മീൻ വൃത്തിയാക്കാറെന്നുള്ളതും ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയത് ഏതാണെന്നുള്ളതും താഴെ നിന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഇനി മീനിൻ്റെ ഉളുമ്പ് മണം പോകാനും കയ്യിലെ സ്മെല്ല് പോകാനും അങ്ങനെ ഇനിയും ഒരുപാട് ടിപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. നമ്മൾ വൃത്തിയാക്കിയ മത്തി വെച്ചിട്ട് ഞാനിതാ ഇവിടെ നല്ല അടിപൊളി മത്തി ഫ്രൈയും മത്തി കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യുള്ള മത്തിയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്